എല്ലാവർക്കും പൊളിഞ്ഞനും പൊളിച്ചെടുക്കാനും ഇന്നോറോ ടോപ്പിക്കിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു വെറൈറ്റി ഒരു ദിവസമായിട്ടാണ്, വെറൈറ്റി ദിവസമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഒരു പ്രത്യേക തരം ഒരു ദിവസമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മദേഴ്സ് ഡേ, അമ്മയുടെ ദിവസമാണ്. മദേഴ്സ് ഡേ ആണ് ഇന്ന്. മദേഴ്സ് ഡേ ആണ്, നമ്മൾ അമ്മയുടെ ദിവസമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താണ് ഈ മദേഴ്സ് ഡേ? മദേഴ്സ് ഡേ നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത്, എങ്ങനെ ആഘോഷിക്കണം, മദേഴ്സ് ഡേക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വേറെ ഒരു കാര്യം ഡിസ്കസ് ഇല്ല, മദേഴ്സ് ഡേൻ്റെ ദിവസത്തിനെ പറ്റി മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്താണ് ഗൈസ്, ഇന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ നിങ്ങൾ? എത്ര വീഡിയോയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ, എന്നിട്ട് നിങ്ങൾ ഇതുവരെയായിട്ടും ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ലൈക്ക് ബട്ടനൊന്ന് അമർത്ത്, ആ കമൻറ്റൊക്കെ എന്നിട്ട് കമൻറ്റൊക്കെ ഇട്. എന്നാലും എനിക്ക് ബോറടിക്കുന്ന സമയത്ത് വായിച്ചുകൊണ്ടിരിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. എന്തായാലും ഒന്ന് കമൻ്റ് എങ്കിലും ഒന്ന് ചെയ്തേക്ക് ഗൈസ്. അല്ല, ആ വീഡിയോ ഷെയർ ചെയ്താലും മതി. നിങ്ങളെ കൊണ്ട് ഈ സബ്സ്ക്രൈബ് ലൈക്കും കമൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്ന് ഷെയർ ചെയ്താലും മതി, അല്ലെങ്കിൽ ബെല്ലൈക്കൺ അമർത്തിയാൽ മതി. ഒന്ന് ചെയ്യുക ഗൈസ്. ഇത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ. 3 വട്ടം ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ, നമ്മൾ മദേഴ്സ് ഡേക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇപ്പം എൻ്റെ ഒരു ഫോണില്ലേ, ഇതെൻ്റെ ഫോണാട്ടോ. ആക്ച്വലി ഇത് എൻ്റെ ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസം മുന്നേ അമ്മ തന്നതാണ്. അമ്മ പുതിയൊരു ഫോൺ എടുത്തു, OnePlus. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാൻ ഇപ്പം നമുക്ക് ഇപ്പോൾ സമയമില്ല. എന്തായാലും ഇവിടെ നിന്ന് വെക്കുകയാണ്. ഓക്കെ, ഇതൊരു ഫോൺ കണ്ടില്ലേ, ഇതാ ഈ ഫോൺ എടുത്തിട്ട് ഇതാ. ഓക്കെ, പുതിയ വാൾപേപ്പറാ, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പം അതിനെ പറ്റിയൊന്നും ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സമയമില്ല. ഈ ഫോൺ എടുത്തിട്ട് നമ്മൾ പാസ്വേഡ് അടിക്കുക. കാണുന്നുണ്ടോ? എൻ്റെ പാസ്വേഡ് ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കത്തില്ല, നിങ്ങൾ അതിലൊന്നും ദേഷ്യപ്പെടണ്ട കേട്ടോ. ഓക്കെ, ഇതാ. അയ്യോ, കുറേ ആപ്സ് ഉണ്ടല്ലോ. വാട്സാപ്പ് എടുക്കുക. വാട്സാപ്പ് എടുത്തിട്ട് ഇതാണ് എൻ്റെ അമ്മയുടെ നമ്പർ. ഞാൻ നേരത്തെ ഒരു മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വോയിസ് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ വോയിസ് മെസ്സേജ് അയക്കുന്ന ആൾക്കാരാണെങ്കിൽ വോയിസ് മെസ്സേജ് അയച്ചോ, ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ ടൈപ്പ് ചെയ്തോ, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇവിടെ വോയിസ് മെസ്സേജ് അയക്കുന്നതാണേ. എന്നിട്ട് ഇത് കാണുന്ന രീതിയിലൊന്ന് പിടിക്കാമായിരുന്നു. കാണുന്ന രീതിയിൽ പിടിക്കുക. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ വോയിസ് മെസ്സേജ് അയക്കാൻ പോവാണ്. ഹലോ അമ്മേ, ഐ ലവ് യു കേട്ടോ. മദേഴ്സ്, അയ്യോ തെറ്റിപ്പോയി, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടി അയക്കാം. ഒരു മിനിറ്റ്. അമ്മേ, ഐ ലവിങ് യു. നിങ്ങളാണ് നിറകുടം, നിങ്ങളല്ലാതെ എനിക്കൊന്നും പറ്റില്ല. നിങ്ങളാണ് എനിക്ക് സ്നേഹം തരുന്ന ഒരേ ഒരാൾ. നിങ്ങളാണ് എനിക്ക് സ്നേഹം തരുന്ന ഒരേ ഒരാളും പിന്നെ എൻ്റെ ഒരു അമ്മയും. എനിക്ക് നിങ്ങളെപ്പറ്റി 2 വാക്ക് പറയണമെന്നുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. നിങ്ങളില്ലാതെ എനിക്കൊരു നിമിഷം പോലും നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങളെൻ്റെ നിറകുടമാണ്, നിങ്ങളെൻ്റെ ഹൃദയമാണ്, നിങ്ങളെൻ്റെ ഒരു അറിവാണ്, നിങ്ങളെന്നെ മുന്നിലോട്ട് പോകാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും പറ്റരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും നല്ല സുഖമായിട്ട്, മദേഴ്സ് ഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് ഇരിക്കുക. പിന്നെ അത് മാത്രമല്ല, അമ്മയ്ക്ക് മാത്രമല്ലാതെ അമ്മയുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനും എല്ലാവർക്കും അമ്മ ഈ മദേഴ്സ് ഡേൻ്റെ ഒരു അറിവ് നൽകണം. ശരി, വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. വോയിസ് മെസ്സേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ,
ഇത് ആക്ച്വലി സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി അമ്മ അയച്ചൊരു ഫോട്ടോ കേട്ടോ. ഓക്കെ, നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താ വരികയെന്നറിയില്ല. എന്തായാലും നമുക്കിനി ഒരു വാക്കും കൂടി പറയാം. അമ്മ വളരെ സുന്ദരിയാട്ടോ. അത് അയക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സ്റ്റിക്കർ വന്നു, അത് ഞാൻ കാണിച്ചു തരാം. ഒരു ലവർ, ഒരു കാമുകന് പോലും ഇടാത്തൊരു സ്റ്റിക്കർ അമ്മ എനിക്കിട്ട്. ഓക്കെ ഓക്കെ പിന്നെ ഓക്കെ, ഇത് ആണ് നമ്മൾ മദേഴ്സ് ഡേക്ക് ചെയ്യേണ്ടത്. ഇനി മദേഴ്സ് ഡേക്ക് വേറെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ട് വീഡിയോ കോൾ അടിക്കാം. ഞാനിപ്പോൾ വീഡിയോ കോൾ അടിക്കാൻ പോവാണേ. ഓക്കെ, വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട്. അമ്മേ ഹായ് പറഞ്ഞേ. ഓക്കെ, ഇതാണ് അമ്മ. അമ്മയ്ക്ക് ഇനി മദേഴ്സ് ഡേ ആയിട്ട് എന്തെങ്കിലും 2 വാക്കുകൾ പറയാനുണ്ടോ? അമ്മയാണോ പറയണ്ടേ മദേഴ്സ് ഡേയിൽ? നീയല്ലേ പറയണ്ടേ? എന്തായാലും അമ്മയ്ക്ക് മദേഴ്സ് ഡേ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സർപ്രൈസ് തന്നില്ലേ, അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചേ. ഓ, നീ ഭയങ്കര സർപ്രൈസ് ആണ്. ഐ ലവ് യു കുട്ടാ. ഉമ്മ, നീയാണ് അമ്മേന്റെ മുത്താണ് നീ. സൂപ്പറാണ് കേട്ടോ, സൂപ്പർ ഡ്യൂപ്പറാണ്. ഐ ലവ് യു. ഒരു മിനിറ്റ്, കണ്ടില്ലേ ഒരു കാമുകി സ്നേഹം തരുന്നു, ഒരു കാമുകന് തരാത്തൊരു സ്നേഹം നമ്മുടെ അമ്മ നമുക്ക് തരുന്നില്ലേ. ഇനി ബാക്കി ചോദിച്ചു നോക്കാം. അമ്മ, അമ്മയ്ക്ക് ഉമ്മ കൊടുത്താട്ടോ, അമ്മയ്ക്ക് ഉമ്മ കൊടുത്താണേ, വേറെ ഒന്നും വിചാരിക്കില്ലേ. ഓക്കെ, അമ്മ കുളിച്ചോ? ആദ്യം നമ്മൾ ചോദിക്കേണ്ട കാര്യം അമ്മമാരോട് അമ്മ കുളിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ കുളിച്ചോ എന്നൊക്കെയാണ് കേട്ടോ. അടുത്ത് ഞാൻ ചോദിക്കേണ്ട കാണിച്ചു തരാമേ. അമ്മ ചായ കുടിച്ചോ? അടുത്തത് നമ്മൾ ചോദിക്കേണ്ടത് ചായ കുടിച്ചോ എന്നാണ്. ഓക്കെ, ചായക്ക് എന്താ കടി, എന്താ കഴിച്ചേ? ചായക്ക് അമ്മ ബ്രെഡും ഗ്രീൻ പീസിന്റെ കറി. ബ്രേക്ക്ഫാസ്റ്റിനാണോ? കണ്ടില്ലേ, ബാംഗ്ലൂർ ആൾക്കാർ ഇങ്ങനെയായിട്ട് കഴിക്കാം. അമ്മ എപ്പോഴാണ് ബാംഗ്ലൂർ പോയെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അമ്മ ബാംഗ്ലൂർ പോയി. അപ്പോൾ അടുത്തത് നമ്മൾ ചോദിക്കേണ്ടത് ഇതാണ്, രാവിലെ എന്തായിരുന്നു ചായക്ക് കൂട്ടിയത്. ഓക്കെ, പിന്നെ സുഖമല്ലേ? സുഖമല്ലേ? ഓക്കെ, അടുത്ത് നമ്മൾ ചോദിക്കേണ്ടത് സുഖമാണോ, ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? കാതുകുത്തുകയാണോ? അടുത്ത് നമ്മൾ ചോദിക്കേണ്ടത് നല്ലതാണോ നോക്കിയാണ്. പിന്നെ അവർ പറയുന്നതിനിടയ്ക്ക് കാത് കുത്തിക്കഴിഞ്ഞാൽ ചോദിക്കണം കാത് കുത്തിയാണ്. അമ്മ എന്താ തലയിലൊക്കെ തോർത്ത് കിട്ടിയിരിക്കുന്നേ? മറ്റേ നമ്മൾ ഇതാണ് ഓക്കെ, ശരി. ഓക്കെ, ഇപ്പം അമ്മമാർ തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഞാൻ 10 മണിക്കൊന്നും കഴിച്ചിട്ടുണ്ട്. അമ്മ ഞാൻ കുളിച്ചിട്ട് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ശരി അമ്മ, ബൈ. ബൈ. ഓക്കെ, ഇതാണ് വാലന്റൈൻസ് ഡേക്ക് ചെയ്യേണ്ട കാര്യം. ഇനി വാലന്റൈൻസ് ഡേ എങ്ങനെ ആഘോഷിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, കൃഷ്ണാൻറ്റി, എനിക്ക് നിങ്ങളൊരു അമ്മയെ പോലെയാട്ടോ. അമ്മയെ പോലെയോ? അമ്മയല്ലേ? എനിക്ക് നിങ്ങളൊരു അമ്മയെ പോലെയാണ്. ഇതെന്താ പരിപാടി? ഒരു ഫോട്ടോ എടുത്താ? എന്തിനാ?
നല്ല ഫോട്ടോ ഞാൻ തരും. ഓക്കെ, ഇതെന്തിനാ ഇത്? നിങ്ങൾ എൻ്റെ അമ്മയെ പോലെ കേട്ടോ. നമുക്ക് മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ, യെസ്. എന്നിട്ടാണെങ്കിലും ഇതെന്തിനാ വീഡിയോ? വീഡിയോ സ്റ്റാറ്റസ് ഇടാനാണെങ്കിൽ ഞാൻ നല്ല വൃത്തിയുള്ള ഡ്രസ്സിൽ നിന്നേരാട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് സ്റ്റാറ്റസ് ഇടാനൊന്നല്ല. നല്ല വൃത്തി. എന്തായാലും നിങ്ങൾ എൻ്റെ അമ്മയെ പോലെ തന്നെയല്ലേ. ഇതെന്താ തോട്ടൊക്കെ വെച്ചിരിക്കുന്നേ? ഇവന്റെ കുളി കഴിഞ്ഞല്ലേ റിച്ചുവിന്റെ? എന്ന് വിചാരിച്ച് നിങ്ങൾ നനഞ്ഞ തോളിലിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ശരീരത്തിന് എന്തെങ്കിലും പറ്റിപ്പോവില്ലേ കൃഷ്ണാലി? തോളിലിടൂല, ആറിട്ടോളി. എങ്ങനെയുണ്ട്? ഇതാണ് രണ്ടാമത്തെ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ മദേഴ്സ് ഡേ ആഘോഷിക്കേണ്ടത്. ഇനിയിപ്പോൾ അമ്മ വീട്ടിലില്ലെങ്കിൽ ഇളയമ്മേനെ ഇങ്ങനെ പിടിച്ച് നമ്മൾ സ്നേഹത്തോടെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, സോപ്പിടാന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ, സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അടുത്തതാണ് നമ്മൾ മദേഴ്സ് ഡേ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മദേഴ്സ് ഡേ എന്താണെന്ന് പറഞ്ഞുതരാം. മദേഴ്സ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു സുന്ദരമായ ദിവസമാണ്. നമ്മൾ രാവിലെ തന്നെ എന്തെങ്കിലും ഒരു ദിവസമാണെങ്കിൽ നമ്മൾ ഫ്രഷ് മൈൻഡോടെ കണ്ണ് ഓർക്കുമ്പോൾ ഒരു കാര്യം കാണാൻ പറ്റില്ല. ഒരു മോശപ്പെട്ട ദിവസമായിരിക്കും അന്ന്. പക്ഷെ അന്ന് മദേഴ്സ് ഡേക്ക് നമ്മൾ ചിരിച്ചുകൊണ്ടൊന്ന് മുഖം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള നല്ല ചെടികൾ, പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ പറ്റും. പിന്നെ മരങ്ങളുടെ കൊമ്പൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന, ഇങ്ങനെ നേരെ നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. സാധാരണ ദിവസങ്ങളിലും മരത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും. പക്ഷെ മദേഴ്സ് ഡേയിൽ ഇങ്ങനെ നേരെ നിൽക്കും. പിന്നെ നല്ലൊരു ഫ്രഷ് മൈൻഡോടെ നമ്മൾ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് പോയി കഴിഞ്ഞാൽ അമ്മ നേരെ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് നമുക്ക് വേണ്ട ഭക്ഷണമൊക്കെ നമുക്ക് വാരിത്തരും. അപ്പം എന്തൊരു ഫ്രഷ് മൈൻഡാണെന്നറിയോ നമ്മുടെ മദേഴ്സ് ഡേ. അപ്പം നിങ്ങൾ മദേഴ്സ് ഡേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി. ഓക്കെ, അടുത്തത് നാലാമത്തെ കാര്യം, മദേഴ്സ് ഡേ നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മദേഴ്സ് ഡേ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അടുത്ത ഞാൻ പറഞ്ഞത് മദേഴ്സ് ഡേ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ആഘോഷിക്കേണ്ടതെന്ന് ഓക്കെ, ഇത് പറയാൻ പോകുന്നത് മദേഴ്സ് ഡേ നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നേരെ പറഞ്ഞുതരാം എന്തിനാണ് ആഘോഷിക്കുന്നത് എന്നുള്ളത്. മദേഴ്സ് ഡേ നമ്മൾ ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മമാർക്കൊരു സന്തോഷം വരാൻ വേണ്ടിയിട്ടാണ്. മദേഴ്സ് ഡേ നമുക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നല്ലൊരു ആഘോഷമാവാനും പിന്നെ നല്ലൊരു ആഘോഷിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ അമ്മമാർക്ക് മുഖത്തൊരു പുഞ്ചിരി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മദേഴ്സ് ഡേ നല്ലൊരു വൃത്തിക്ക് ആഘോഷിക്കുന്നത്. അതുമാത്രമല്ല എല്ലാ വീട്ടിലും നിർബന്ധമായിട്ട് ആഘോഷിക്കണം മദേഴ്സ് ഡേ. പിന്നെ എന്തിനാണ് ആഘോഷിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദേഴ്സ് ഡേക്ക് നമ്മുടെ അമ്മമാർക്ക് ഒരു സന്തോഷം വരും. അപ്പോൾ അവർക്ക് നല്ല പോസിറ്റീവായിട്ട് നല്ല അടുക്കള ജോലിയൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ മദേഴ്സ് ഡേ എന്തിനാണ് ആഘോഷിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ അമ്മമാർക്കൊരു സന്തോഷമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ മദേഴ്സ് ഡേ ആഘോഷിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാർക്ക് ഒരു പോസിറ്റീവ് എനർജി, നല്ല ഊർജവും കിട്ടിയിട്ട് അവർക്ക് നല്ല പോലെ വീട്ടു ജോലികളും അടുക്കള ജോലികളും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിലിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.